ഹായ്, ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മെറ്റീരിയലിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫാബ്രിക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 14 ഇഞ്ചും വിഡ്ത്ത് 25 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 പീസ് ക്ലോത്താണ് നമുക്ക് വേണ്ടത്, ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും. ഇതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കും, 2 പീസും. എന്നിട്ട് മുകളിൽ നിന്നൊരു 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. മുകൾ ഭാഗത്ത് നിന്നൊരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കണം. മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് താഴേക്കായിട്ട് മടക്കി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തെടുത്ത് ഒരു സ്റ്റിച്ച് ഇടണം. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. കാൽക്കുലേഷൻ എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗത്തും ഓരോ സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ഈ സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ജോയിൻ ചെയ്തെടുക്കണം. സ്ട്രാപ്പിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിന് വേണ്ടി എടുത്തിട്ടുള്ള ഫാബ്രിക് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സ്ട്രാപ്പ് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് കൊടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചസ് ആണ്. അവിടെയും ഒരു മാർക്ക് കൊടുത്തിട്ട് ആ 2.5 ഇഞ്ചസ് എവിടെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നമ്മൾ സ്ട്രാപ്പ് ജോയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.